എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദേഷ്യമുള്ളപ്പോൾ നിങ്ങളുടെ പങ്കാളിയോട് എങ്ങനെ സംസാരിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും ആളുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നൊരു വികാരമാണ് ദേഷ്യം. ദേഷ്യം വരുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പലർക്കും ഓർമ്മ കാണില്ല. പക്ഷേ ഇത് പിന്നീട് ബന്ധങ്ങൾ തകരാനുമുള്ള കാരണമാകും. അതിനാൽ എന്തുകൊണ്ടാണ് ദേഷ്യം വന്നതെന്ന് കണ്ടുപിടിക്കുക. പങ്കാളിയുടെ എന്തെങ്കിലും സ്വഭാവമോ പ്രവൃത്തിയോ ആണ് ദേഷ്യത്തിന് കാരണമെങ്കിൽ അത് കൃത്യമായി അവരോട് സംസാരിക്കുക. അതുപോലെ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് കൃത്യമായി പങ്കാളിയെ പറഞ്ഞ് മനസ്സിലാക്കുക. സൂചനകൾ നൽകിയിട്ടോ വെറുതെ ദേഷ്യപ്പെട്ടിട്ടോ കാര്യമില്ല. എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളെ വിഷമിപ്പിച്ചത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ പങ്കാളിയോട് സൗമ്യതയോടെ സംസാരിക്കാൻ ശ്രമിക്കണം. ദേഷ്യം, സങ്കടം, വികാരം എന്ത് തന്നെയായാലും സൗമ്യതയോടെ സംസാരിക്കാൻ ശ്രമിക്കുക. പങ്കാളിയോട് കയർത്ത് സംസാരിക്കുമ്പോൾ ബന്ധങ്ങൾ തകരാൻ കാരണമാകുമെന്ന് ഓർക്കുക. അതുപോലെ പരസ്പരം തുറന്ന് സംസാരിക്കാനും ശ്രമിക്കുക. കാര്യങ്ങൾ വ്യക്തമാക്കണം. അവരുടെ കാഴ്ചപ്പാടും സമീപനവും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുക. ദേഷ്യം വരുമ്പോൾ പങ്കാളിയെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. ഇത് പ്രശ്നം പരിഹരിക്കില്ല, പകരം സമ്മർദ്ദം കൂടുകയേയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുപോലെ രണ്ടുപേരും ആലോചിച്ച് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക. കൃത്യമായ രീതിയിൽ പ്രശ്നത്തെ നേരിടാനും കൈകാര്യം ചെയ്യാനും ശ്രമിക്കണം. അതുപോലെ ചിലപ്പോൾ അമിതമായ ചിന്തകളായിരിക്കും പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണമാകുക. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ചിന്തകളെ സംയോജിപ്പിച്ച ശേഷം മാത്രം പങ്കാളിയോട് സംസാരിക്കാൻ ശ്രമിക്കുക. ഇനി അമിതമായ ദേഷ്യമുള്ളവരാണെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ സഹായത്തോടെ ദേഷ്യം കുറയ്ക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.